ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ യൂട്യൂബ് കാണുമ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കുറച്ച് ഓപ്ഷൻസ് ആണ് പറയുന്നത്. നിങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആവുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമ്മൾ സാധാരണ യൂട്യൂബിൽ വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോ അവസാനം വരെ കാണും, ചിലപ്പോൾ ഒന്ന് ഫാസ്റ്റ് അടിക്കും, അത്രയും നമ്മൾ ചെയ്യാറുള്ളൂ. പക്ഷേ ചില ഓപ്ഷൻസ് നമുക്ക് വളരെ വളരെ ഉപകാരപ്പെട്ടതാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് വളരെയധികം ഉപകാരമുള്ളതും പക്ഷേ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഓപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നല്ല 5-6 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളൊന്ന് നോക്കിയതിന് ശേഷം നിങ്ങളൊന്ന് ഇനി വീഡിയോസ് എല്ലാം കാണുമ്പം ഇതൊന്ന് ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. ഞാൻ അതിനായിട്ട് എൻ്റെ ചാനലിൽ തന്നെ ഒരു വീഡിയോ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുകയാണ്. അതുകൊണ്ട് സ്ട്രൈക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ തന്നെ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്തു. നമ്മൾ സാധാരണ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ കമൻസ് ഒക്കെ നമ്മൾ താഴെ കൊടുക്കാറുണ്ട് അല്ലേ, ചില ഡൗട്ടുകളൊക്കെ ചോദിക്കാറുണ്ട്, കമൻസ് കൊടുക്കാറുണ്ട് അല്ലേ. നമുക്കിവിടെ ഞാനൊരു കമൻറ്റ് കൊടുക്കുകയാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക. ഇവിടെ ഇവിടെ നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കമൻറ്റ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യണം അല്ലെങ്കിൽ എന്താ ഡൗട്ട് ചോദിക്കുകയാണ് എന്നൊക്കെ വിചാരിക്കാം. ഇവിടെ ഞാനൊരു കമൻറ്റ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ ബ്രദർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ബ്രദർ നല്ല ഒരു വീഡിയോ ആയിരുന്നു എന്നുള്ളൊരു കമൻറ്റ് കൊടുക്കുകയാണ്. നല്ലൊരു വീഡിയോ. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിത് കണ്ടില്ലേ, ആ ഒരു സ്പേസ് വിടാൻ വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്പെല്ലിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ സാധാരണ നമ്മൾ വിരലുകൊണ്ട് ആ സ്പെല്ലിങ്ങിൻ്റെ ഒക്കെ ഇടയിൽ പോയിട്ട് നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് പോവുക ചെയ്യാം. കാരണം ഇല്ലാതെ നമുക്ക് അതിനുള്ളിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതല്ലേ, നമ്മളിങ്ങനെ സ്പേസ് ഇടാൻ വലിയൊരു ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് മാറ്റണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത മാറ്ററിൻ്റെ മേലെ കൂടെ വിരലുകൊണ്ട് ഒന്നിങ്ങനെ ഓടിച്ചു പോയാൽ തന്നെ നമുക്ക് ആ കറക്റ്റ് പോയിന്റ് നമുക്ക് കിട്ടും. എല്ലാവരും ഇത് ബുദ്ധിമുട്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുന്ന സമയത്ത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത മാറ്ററിൻ്റെ മേലെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയിട്ട് എവിടെയാണോ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടത്, എഡിറ്റ് ചെയ്യേണ്ടത്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്ക് സ്പേസ് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഭാഗം എഡിറ്റ് ചെയ്യാൻ പറ്റും. അടിപൊളി ഒരു ഓപ്ഷനാണ്, കണ്ടില്ലേ. ഇതേപോലെ ജസ്റ്റ് ഒന്ന് വിരലൊന്ന് അതിൻ്റെ മുകളിലൂടെ ഒന്ന് ഓടിച്ചാൽ മതി. ഇത് അറിയുന്നവരാണെങ്കിൽ അറിയാത്തവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ആ കമൻ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്യാനും സാധിക്കും. ഇനി രണ്ടാമതായിട്ട് ഇതും അടിപൊളി ഒരു ഓപ്ഷനാണ്. സാധാരണ നമ്മൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട് അല്ലേ, കണ്ടില്ല. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത ഭാഗം എവിടെയാണ് വരുന്നതെന്നൊക്കെ നമ്മൾ ഇതേമാതിരി ആ ടൈം ലൈൻ നീക്കിയിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാറ്. പക്ഷേ അതിലും നല്ലൊരു ഓപ്ഷൻ ഞാനിവിടെ പറഞ്ഞുതരാം. അപ്പം നമുക്കിവിടെ കണ്ടില്ലേ, ആ ഒരു ടൈം ലൈനിൻ്റെ ഭാഗം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഒന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ സ്ക്രീനിൻ്റെ മേലെ ലോങ് പ്രസ് ചെയ്താൽ കണ്ടില്ല 2x സ്പീഡിലേക്ക് നമുക്ക് അങ്ങനെ മുന്നോട്ടേക്ക് പോകും. പക്ഷേ അത് നമുക്ക് റിവ്യൂ പോലെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതായത് ഇനി എന്താ വരാൻ പോകുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ ടൈം ബാർ ആണ് നമ്മളിങ്ങനെ നീക്കിയിട്ടാണ് ഇനി എന്താണ് വരാനുള്ളത് എന്നുള്ളത് നമ്മൾ നോക്കുക. ചില സമയത്തൊക്കെ വീഡിയോ കാണുന്ന സമയത്ത് അടുത്ത ഭാഗം അറിയാൻ വേണ്ടി നമ്മൾ ഇതേമാതിരി ടൈം ലൈൻ നീക്കും, അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ മേലെ ലോങ് പ്രസ് ചെയ്താൽ 2x സ്പീഡിൽ അത് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഇനി നമ്മൾ അത് ചെയ്യേണ്ട, കണ്ടില്ലേ. ഇതേപോലെ ടൈം ലൈനിൻ്റെ മേലെ ഒന്ന് മുകളിലോട്ടൊന്ന് അപ്സ്ക്രോൾ ചെയ്താൽ മതി. ഒന്ന് മുകളിലോട്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ ആ ഒരു ബാർ ഇങ്ങനെ ഒന്ന് കണ്ടില്ലേ, ആ സ്ക്രീൻ ഒന്ന് ഇങ്ങനെ നീക്കി കൊടുത്താൽ ബാർ, ആ വൈറ്റ് ബാർ അവിടെ കാണുന്നുണ്ട്. നമ്മളെ വിരലുകൊണ്ട് ആ സ്ക്രീൻ ഇങ്ങനെ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ എത്ര ടൈം വരെയുള്ളത് വേണമെങ്കിലും നമുക്ക് നീക്കിക്കൊണ്ടുപോകും. കണ്ടില്ലേ, ഈ ഒരു ടൈം ബാർ ഒന്ന് ജസ്റ്റ് ഒന്ന് വിരലുകൊണ്ടൊന്ന് പൊന്തിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, മേലെ ടൈം മാറുന്ന കണ്ടില്ലേ. ഇത് നമുക്ക് എൻഡ് വരെ നമുക്ക് ഒരു പ്രിവ്യൂ പോലെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് എവിടെ വരെയാണ് നമുക്ക് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ നമുക്ക് ആ പ്രിവ്യൂ കണ്ടുകൊണ്ട് നമുക്ക് ഏത് ഭാഗമാണ് പ്ലേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് പലർക്കും അറിയാത്തൊരു ഓപ്ഷനാണ്. ഇത് ഈ ഒരു ടൈം ലൈനിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് ആ ടൈം ലൈനിൻ്റെ മേലെ ഒന്ന് പൊന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വരെ വേണമെങ്കിലും നമുക്കത് കാണാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് നമുക്ക് ആ വീഡിയോൻ്റെ മേലുള്ള സെറ്റിങ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ സെറ്റിങ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതായത് സ്ക്രീനിൽ ടച്ച് ചെയ്ത അഡീഷണൽ സെറ്റിങ്സ്, അവിടെ നമുക്ക് ഇവിടെ കണ്ടില്ലേ സ്റ്റേബിൾ വോളിയം, അതായത് നമ്മൾ സ്ക്രീനിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെറ്റിങ്സ് ഐക്കൺ കാണാം, ഗിയർ ഐക്കൺ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ സെറ്റിങ്സ് എടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം സ്റ്റേബിൾ വോളിയം. അതായത് നമ്മുടെ പല വീഡിയോ ഉണ്ടാക്കുന്ന ആളുകൾ വോളിയം കറക്റ്റായിട്ട് ചെയ്യാത്തത് കൊണ്ട് ചില സമയത്ത് വോളിയം കുറവ് കൂടുതലൊക്കെ ആയിരിക്കും ആ വീഡിയോയിലുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റേബിൾ ആയിട്ട് ഒരേപോലെ വോളിയം കിട്ടാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു ഓപ്ഷനാണിത്. ആ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് അഡീഷണൽ സെറ്റിങ്സിൽ ചെയ്യാം. അതിനുശേഷം മറ്റൊരു ഓപ്ഷൻ ഇവിടെ ലോക്ക് സ്ക്രീൻ, അതായത് അഡീഷണൽ സെറ്റിങ്സിൻ്റെ തൊട്ട മേലെ ലോക്ക് സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷനും അടിപൊളി ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ കുട്ടികളുടെ കയ്യിലൊക്കെ നമ്മൾ ഫോൺ കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു ഫിലിമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സ്ക്രീന് ഇതേപോലെ റൊട്ടേറ്റ് ആയി വന്ന് നിൽക്കുകയും ചെയ്യും. നമ്മൾ എവിടെ ക്ലിക്ക് ചെയ്താലും മറ്റൊരു ഓപ്ഷനിലേക്ക് അത് മാറിപ്പോയില്ല, മറ്റേ വീഡിയോയിലേക്കൊന്നും മാറിപ്പോയില്ല. ഇനി നിങ്ങൾക്കത് ആദ്യത്തെ പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ അൺലോക്ക് കൊടുത്താൽ നേരെ അൺലോക്ക് ചെയ്യാനും സാധിക്കും. അതായത് നമ്മൾ സെറ്റിങ്സിൽ
നമുക്ക് ആ ലോക്ക് സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണ്. അതായത് സെറ്റിങ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, താഴേക്ക് വന്നു കഴിഞ്ഞാൽ അഡീഷണൽ സെറ്റിങ്സിൻ്റെ തൊട്ട് മുകളിലായിട്ട് ലോക്ക് സ്ക്രീൻ കണ്ടില്ലേ. ഇതേപോലെ നമുക്ക് വലിയ വലിയ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കണ്ടില്ലേ. ഇനി നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ അൺലോക്ക് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ, അപ്പോൾ കുട്ടികളുടെ കയ്യിലൊക്കെ ഫോൺ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഇപ്പോൾ ഈ ഒരു ഭാഗത്തിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ആ വീഡിയോ ഉണ്ടാക്കിയ ആളുകളോട് നമുക്ക് ചോദിക്കണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു അടിപൊളി ഒരു ഓപ്ഷനാണ്, നമ്മൾ നേരെ കമൻറ്റ് ബോക്സ് എടുക്കുക. കമൻറ്റ് ബോക്സിൽ നമ്മൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുന്നതിന് മുൻപ് ഇവിടെ തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ടൈമിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ലേ, ഇത് കണ്ടില്ലേ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ ഭാഗം കറക്റ്റായിട്ട് ഇവിടെ വരും. ഏത് ടൈം, മണിക്കൂറോ സെക്കൻഡ് അടക്കം നമുക്ക് ഇവിടെ വരും. നമുക്ക് അതിന് തൊട്ടടുത്ത് നമുക്ക് നമ്മുടെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ ചോദിക്കാം. ഇവിടെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ബ്രദർ എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ആ ഒരു കമൻറ്റ് ഈ ഒരു ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂട്യൂബർക്ക് വരികയും ചെയ്യും. അവർക്ക് മനസ്സിലാവും ഈ ഭാഗത്താണ് അവർക്ക് ഡൗട്ട് ഉള്ളതെന്നുള്ളത്. ഇത് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്.